ScoreIT3 സോഫ്റ്റ്വെയർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും സമ്പൂർണ്ണയിലെ കുട്ടികളുടെ വിവരങ്ങൾ ScoreITയിൽ എങ്ങനെ ആഡ് ചെയ്യാമെന്നും എക്സാമിനേഷൻ ക്രിയേറ്റ് ചെയ്ത് സ്കോർ എൻട്രി എങ്ങനെ നടത്താമെന്നുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ScoreIT3യുടെ ഇൻസ്റ്റലേഷൻ ഫയൽ മെയിലിലൂടെയോ മറ്റോ കമ്പ്യൂട്ടറിൽ എത്തിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഡൗൺലോഡ്സിൽ ScoreIT3 install.zip എന്ന ഫയൽ എത്തിച്ചിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, എക്സ്ട്രാക്ട് ഹിയർ, ഡൗൺലോഡ്സ് തന്നെ വേണമെങ്കിൽ എക്സ്ട്രാക്ട് ഹിയർ എന്ന് കൊടുക്കാം. അപ്പോൾ കിട്ടുന്ന ഈ ഫോൾഡർ ScoreIT3 ഇൻസ്റ്റാൾ എന്ന ഈ ഫോൾഡർ, ഇങ്ങനെ ഒരു ഫയൽ കാണാം. തുറന്നാൽ ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് പെർമിഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അലോ എക്സിക്യൂട്ടിംഗ് ഫയൽ ആസ് പ്രോഗ്രാം എന്നത് ടിക്കാണോ എന്ന് നോക്കണം, അല്ലെങ്കിൽ ടിക്ക് ആക്കണം. ടിക്ക് ചെയ്യുക. ഇനി ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, റൺ ഇൻ ടെർമിനൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ പാസ്വേഡ്, ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്തപ്പോഴുള്ള പാസ്വേഡ് നൽകുന്നു. ഇൻസ്റ്റലേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയാൽ ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, ScoreIT3 എന്ന് നമുക്ക് കാണാം. ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പാസ്വേഡ് ScoreIT എന്ന് കൊടുക്കുന്നു. ലോഗിൻ ചെയ്യുന്നു. ഇവിടെ നമ്മുടെ കുട്ടികളുടെ വിവരങ്ങൾ ആഡ് സ്റ്റുഡൻറ്റ് CSV എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ ഒരു CSV ഫയൽ സമ്പൂർണ്ണയിൽ നിന്ന് നിർമ്മിക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്ന് പറയാം. ScoreITക്ക് വേണ്ടി സമ്പൂർണ്ണയിൽ നിന്ന് CSV ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. നമ്മൾ സമ്പൂർണ്ണ തുറന്ന് റിപ്പോർട്ട്സ് ക്ലിക്ക് ചെയ്യുന്നു. പുതിയ ഒരു റിപ്പോർട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. റിപ്പോർട്ടിനൊരു പേര് കൊടുക്കുക. ScoreIT 2004-2005 എന്ന് കൊടുത്തു. ഞാൻ ക്ലാസ് എന്നതിൽ ടിക്ക് കൊടുക്കുന്നു. സ്കൂളിൽ ഏതൊക്കെ ക്ലാസ്സുകളാണോ ഉള്ളത് അതിൽ ടിക്ക് കൊടുക്കുക. താഴെ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് 8 ഇനങ്ങളാണ്. ആദ്യം അഡ്മിഷൻ നമ്പർ, ഈ ഓർഡർ തന്നെ നൽകുക. ഫുൾ നെയിം, ഗാർഡിയൻ നെയിം, ജെൻഡർ. ഇനി ക്ലാസ് ആണ് വേണ്ടത്. ക്ലാസ്, ഡിവിഷൻ, ഇൻസ്ട്രക്ഷൻ മീഡിയം, ലാംഗ്വേജ്. അത് LPയിലാണെങ്കിൽ അഡീഷണൽ ലാംഗ്വേജ്, UP ആണെങ്കിൽ ഫസ്റ്റ് ലാംഗ്വേജ് ആയിരിക്കും. ഇങ്ങനെ 8 ഫീൽഡുകൾ വന്നതിന് ശേഷം സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. പുതിയ ഒരു റിപ്പോർട്ട് ലാസ്റ്റ് വന്ന് കാണും. ScoreIT 2004-2025. ഷോ റിപ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മൾ എക്സ്പോർട്ട് ടു CSV എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു കാൽക്ക് ഫയൽ തുറന്നിട്ടുണ്ടാവും. ഈ ഫയൽ ഇപ്പോൾ ലിബ്രോഫീസ് കാൽക്കിലായിരിക്കും തുറന്നിട്ടുണ്ടാവുക. മുഴുവൻ കുട്ടികളുടെയും വിവരങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ സീരിയൽ നമ്പർ വെച്ച് നോക്കാവുന്നതാണ്. ഇവിടെ 133 കുട്ടികളുള്ള സ്കൂളാണിത്. 135 വന്ന് നിൽക്കാൻ കാരണം ആദ്യത്തെ 2 റോകൾ ഒഴിവാക്കി 3ാമത്തെ റോ മുതലാണ് തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ നമുക്ക് മുഴുവൻ കുട്ടികൾ വന്നിട്ടുണ്ടോ എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഏതായാലും ഈ 1, 2 റോകൾ നമ്മൾ ഡിലീറ്റ് ചെയ്യണം. ഇത് 2 മാത്രം. ഇവിടെ 1, 2 എന്നതിൽ സെലക്ട് ചെയ്താൽ അത് മുഴുവൻ സെലക്ട് ആവും. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് റോസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സമ്പൂർണ്ണയിൽ കുട്ടിയുടെ പേര്, പാരൻസിൻ്റെ നെയിമൊക്കെ കൊടുത്തപ്പോൾ അതിൽ ഡോട്ട് കൊടുത്തിട്ടുണ്ടാവും. ഈ ഡോട്ട് പിന്നീട് CSV ഫയലിൽ വന്നാൽ പലപ്പോഴും പ്രശ്നമാവാറുണ്ട്. അപ്പോൾ ഈ ഡോട്ടുകൾ ഒഴിവാക്കുന്നതിനായി നമ്മളിവിടെ ഈ ഇങ്ങേ അറ്റത്ത് മുഴുവൻ സെലക്ട് ചെയ്യുന്ന ഇങ്ങേ അറ്റത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ എഡിറ്റ്, ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഫൈൻഡ് എന്നുള്ളിടത്ത് ഒരു ഡോട്ട് കൊടുക്കുന്നു. റീപ്ലേസ് എന്നുള്ളിടത്ത് നമ്മൾ ഒരു സ്പേസ് കൊടുക്കുന്നു. റീപ്ലേസ് ആൾ എന്ന് കൊടുക്കുന്നു. ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ നൽകിയിട്ടുള്ള മുഴുവൻ ഡോട്ടുകൾ ഒഴിവായി അവിടെ സ്പേസായി മാറിയിട്ടുണ്ട്. ഇനി നമ്മളിത് സേവ് ചെയ്യുകയാണ്. ഫയലിൽ സേവ് ആസ് പേര് നൽകുന്നു. എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുന്നു.
താഴെ ഓൾ ഫോർമാറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴത്തേക്ക് നോക്കിയാൽ ടെക്സ്റ്റ് CSV ബ്രാക്കറ്റിൽ .CSV എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. യൂസ് ടെക്സ്റ്റ് CSV ഫോർമാറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ അടിക്കുന്നു. ഈ CSV ഫയൽ ഡെസ്ക്ടോപ്പിൽ ഇതാണ്. ഈ CSV ഫയൽ ഇതാണ് നമ്മൾ സ്കോർ IT-യിലേക്ക് ആഡ് CSV ആയിട്ട് കൊടുക്കേണ്ടത്. ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ സ്കോർ IT3 ഇതിൽ സെറ്റിംഗ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുന്നു. അങ്ങനെ CSV ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മളിവിടെ ആഡ് ചെയ്യുന്നതിനായി ആഡ് സ്റ്റുഡൻസ് CSV എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ ഫയൽ ഉള്ളത് ഡെസ്ക്ടോപ്പിലാണ്. ഡെസ്ക്ടോപ്പിൽ സ്കോർ IT 2004-25.CSV എന്ന ഫയൽ ക്ലിക്ക് ചെയ്യുന്നു. ഓപ്പൺ അടിക്കുന്നു. സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് ഇമ്പോർട്ടഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നു. ഇവിടെ ബോയ്സ് ഗേൾസ് ടോട്ടൽ എണ്ണം കാണിക്കുന്നുണ്ട്. ക്ലിക്ക് ചെയ്യുന്നു. ഓരോ ക്ലാസ്സുകൾ കാണിക്കുന്നുണ്ട്. ഓരോ ക്ലാസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഡിവിഷൻ കറണ്ട് ഡിവിഷൻ കാണിക്കുന്നുണ്ട്. ആ ഡിവിഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ ടോട്ടൽ കുട്ടികളെ കാണിക്കുന്നുണ്ട്. സ്കൂളുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ ഇവിടെ നൽകണം. പേര്, ഡിസ്ട്രിക്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അതിനുശേഷം ഇത് സെർവർ കമ്പ്യൂട്ടർ, മെയിൻ കമ്പ്യൂട്ടർ ഇതാണെങ്കിൽ ഒന്നിലധികം കമ്പ്യൂട്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ സെർവർ കമ്പ്യൂട്ടർ ആക്കി ഓൺ ആക്കണം. ഇതുവരെയുള്ള വർക്കിംഗ് ഡേയ്സ് എത്രയെന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം അപ്ഡേറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. കുട്ടികളുടെ റോൾ നമ്പർ, അറ്റൻഡൻസ് ഇത് രണ്ടും കൊടുക്കുന്നതിനായി സെറ്റിംഗ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. എഡിറ്റ് ക്ലാസ് നമ്പർ ആൻഡ് അറ്റൻഡൻസ് ഓൺലി, പാസ്വേഡ് കൊടുക്കാതെ എഡിറ്റ് ക്ലാസ് നമ്പർ ആൻഡ് അറ്റൻഡൻസ് ഓൺലി എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓരോ ക്ലാസ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കുട്ടികളുടെ നമ്പർ നൽകാവുന്നതാണ്. ക്ലാസ് റോൾ നമ്പർ നൽകാവുന്നതാണ്. അറ്റൻഡൻസ് അപ് ടു കറൻറ്റ് ഡേറ്റ് അതുവരെയുള്ള അറ്റൻഡൻസും ഇവിടെ നൽകാവുന്നതാണ്. മുഴുവൻ എൻ്റർ ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എക്സാമിനേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പാസ്വേഡ് നൽകുന്നു. സ്കോർ IT ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഫസ്റ്റ് 24-25 ആണ് ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അത് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ഫ്രഷ് എൻട്രി ഫോർ സെലക്റ്റഡ് എക്സാം എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് സ്കോർ എൻട്രി ആരംഭിക്കാവുന്നതാണ്. സ്കോർ എൻട്രി ക്ലിക്ക് ചെയ്താൽ ഇവിടെ സെലക്ട് എക്സാം എന്നതിൽ ഫസ്റ്റ് ടൈം 24-25 എന്ന് കാണാം. ക്ലാസ് സെലക്ട് ചെയ്യാം. ഡിവിഷൻ സെലക്ട് ചെയ്യാം. സബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ 1ാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെ ലിസ്റ്റും ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി CET നമുക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്.